പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മുടെ ഈ പരമ്പരയിൽ റോമാലേഖനം 8-ാം അധ്യായത്തിൽ പൗലോസ് ഉയർത്തുന്ന വെല്ലുവിളികളിൽ അവസാനത്തേത് 35-ാം വാക്യത്തിലാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കുന്നത് ആർ? വളരെ പ്രസക്തമായ ഒരു വെല്ലുവിളിയാണ് പൗലോസ് ഇവിടെ ഉയർത്തുന്നത്. താഴോട്ടുള്ള വാക്യങ്ങളിൽ അതിൻ്റെ വിശദീകരണം പൗലോസ് നൽകുന്നുണ്ട്. വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, നാം ദൈവത്തെ തേടിപ്പോയതല്ല, ദൈവം നമ്മെ തേടി വന്നു. അവൻ നമ്മെ ആദ്യം സ്നേഹിച്ചു. ആ ദൈവസ്നേഹം നമ്മുടെ മേൽ അവൻ പകർന്നതുകൊണ്ട് നാം കർത്താവിനെ ആഴമായി സ്നേഹിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ കർത്താവിനോടുള്ള ആ സ്നേഹത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ ആർക്ക് കഴിയും എന്നാണ് പൗലോസ് ഉയർത്തുന്ന വെല്ലുവിളി. 1 യോഹന്നാൻ 3-ാം അധ്യായം 1-ാം വാക്യം നമുക്കെല്ലാവർക്കും നന്നായിട്ടറിയാം. കണ്ണീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകി. യോഹന്നാന്റെ സുവിശേഷം നാം 21-ാം അധ്യായം 15 വാക്യങ്ങൾ വായിക്കുമ്പോൾ പത്രോസിനോട് കർത്താവ് ചോദിക്കുന്ന ചോദ്യമുണ്ട്. 21-ാം അധ്യായം അതിൻ്റെ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു നാൾ പടകും വലയും വേണ്ടപ്പെട്ടവരെല്ലാം വിട്ട് കർത്താവിനെ പിൻപറ്റിയവൻ വീണ്ടും ആ പഴയ ജോലിക്കായി കടന്നുപോയ ആ മനുഷ്യൻ്റെ അടുത്ത് യേശു വന്ന് ചോദിക്കുക, ശീമോനെ ശീമോനെ, ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ആ ചോദ്യം ആവർത്തിക്കപ്പെടുമ്പോൾ അവസാനം അവന് പറയാൻ ഉത്തരം ഒന്ന് മാത്രമേ ഉള്ളായിരുന്നുള്ളൂ: നീ സകലതും അറിയുന്നു. ആ കർത്താവിനോടുള്ള പത്രോസിന്റെ സ്നേഹം തൻ്റെ ജീവിതാവസാനത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അവനെ ക്രൂശിച്ചു കൊന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അവിടെ പറയപ്പെടുന്നത് യേശുവിനെ ക്രൂശിച്ചതുപോലെ ക്രൂശിക്കപ്പെടുവാൻ ഒരു യോഗ്യതയും എനിക്കില്ല, അവൻ്റെ പാതാരവൃന്ദങ്ങളെ ചുംബിക്കുവാൻ തക്കവണ്ണം തലകീഴായി ക്രൂശിക്കണമെന്ന് പത്രോസ് ആവശ്യപ്പെട്ടു എന്നാണ്. ആ കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് തന്നെ വേർപിരിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. കഷ്ടതയോ പട്ടിണിയോ ആപത്തോ വാളോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ ഈ ലോകത്തിനോ വരുവാനുള്ളതിനോ യാതൊരു സൃഷ്ടിക്കും എൻ്റെ കർത്താവിനോടുള്ള സ്നേഹത്തിൽ തന്നെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിനോടുള്ള ആ സ്നേഹത്തിൽ നിന്ന് ഒരിക്കലും അണുവിട പിന്മാറാതെ ആഴമായി നമുക്ക് നമ്മുടെ കർത്താവിനെ സ്നേഹിക്കാം, സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നമ്മുടെ പാദപീഠത്തിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. നമ്മുടെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപിരിക്കുവാൻ ലോകത്തിലൊരു ശക്തിക്കും കഴിയുകയില്ല. ആഴമായി ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു കർത്താവേ. കൃപയിൽ ഞങ്ങളെ നിറയ്ക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.